ബി.ആർ. അംബേദ്കറെ ചൊല്ലി പ്രതിപക്ഷ ബഹളം. പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. ബി.ആർ. അംബേദ്കറെ പാർലമെന്റിൽ കയറ്റാത്ത കോൺഗ്രസാണ് അംബേദ്കറുടെ ചിത്രം കൊണ്ട് നടക്കുന്നതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വിമർശിച്ചു. കോൺഗ്രസ് അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ന് പാർലമെന്റ് ആരംഭിച്ചുടൻ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ചായിരുന്നു ബഹളം. അംബേദ്കറെയല്ല, അംബേദ്കറുടെ പേര് അനാവശ്യമായി ഉപയോഗിക്കുന്ന കോൺഗ്രസിനെയാണ് അമിത്ഷാ വിമർശിച്ചതെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കി. അംബേദ്കറെ പാർലമെന്റിൽ പോലും കയറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ കോൺഗ്രസ് പരാജയപ്പെടുത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. जब बाबा साहब जिंदा थे तो उनका तिरस्कार किया है इन्होंने। तो कांग्रेस पार्टी ने तो अपने ऑफिस में बाबा साहब का फोटो लगाने के लिए भी मना कर दिया था। बाबा साहब के बाबा और दो बार चुनाव हराया लोकसभा का। ये तो बाबा साहब का अपमान करने वाले लोग हैं और हम बाबा साहब का सम्मान करने वाले लोग हैं। बाबा साहब को संसद में आने नहीं दिया और अब ये ड्रॉन कर रही है ये पार्टी। അംബേദ്കറെ തുടർച്ചയായി അപമാനിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് രാഷ്ട്രീയ ലാഭത്തിനായി അംബേദ്കറുടെ പേര് ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. അദ്ദേഹത്തിന് ഭാരത് രത്ന നിഷേധിക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിമാറ്റിയതും കോൺഗ്രസ് നേതാക്കളാണെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. बाबा साहब भीमराव जैसे आदमी को इन्होंने हरा करके देश के साथ इन्होंने खिलवाड़ किया है। आज बाबा साहब का नाम लेकर के उसके नाम को दुरुपयोग करने का काम किया है। उसी को गृह मंत्री ने बताया था कि बार बार अंबेडकर का नाम लेकर के उन्होंने छल कपट करने का काम किया है. കോൺഗ്രസിന്റെ അംബേദ്കർ ഭരണഘടനാ സ്നേഹം കപടമാണെന്നായിരുന്നു രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ അമിത്ഷായുടെ വാക്കുകൾ. കോൺഗ്രസ് ഭരണത്തിൽ അംബേദ്കർ അതൃപ്തി അറിയിച്ചതിനും കോൺഗ്രസ് അദ്ദേഹത്തെ തുടർച്ചയായി അപമാനിച്ചതിനും ചരിത്രത്തിൽ തെളിവുകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ജിഷ്ണു ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഇന്ന് ബി.ആർ. അംബേദ്കർ സഭയിൽ നിറഞ്ഞു നിന്ന ദിവസമാണ്. എങ്ങനെയൊക്കെ കോൺഗ്രസ് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അംബേദ്കർ എന്നുള്ള കാര്യം നിശ്ചിതമായി വിമർശനത്തിലൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടേതാവട്ടെ ഒരു ട്വീറ്റ് അടക്കം ഈ വിഷയത്തിൽ വരികയും ചെയ്തു. വിവരങ്ങൾ എന്താണ്? ഇവിടെ ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അംബേദ്കർ വിഷയം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ അമിത്ഷാ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ കറുത്ത ചരിത്രമാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ബി.ആർ. അംബേദ്കറോട് പെരുമാറിയിട്ടുള്ളത്, എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നത് സംബന്ധിച്ച കോൺഗ്രസിന്റെ കറുത്ത ചരിത്രമാണ് അമിത്ഷാ രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന്റെ വസ്തുതകൾ, തെളിവുകൾ നമുക്ക് മുൻപിലുണ്ട് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും അത് വളരെ കൃത്യമായി അദ്ദേഹം ആ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറോടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ 2 തവണ കോൺഗ്രസ് പരാജയപ്പെടുത്തി. കൂടാതെ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അംബേദ്കർക്കെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബി.ആർ. അംബേദ്കർക്ക് ഭാരത് രത്ന നിഷേധിച്ചത് കോൺഗ്രസ് ആണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഛായാചിത്രം സമർപ്പിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്ന വസ്തുതകൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ അംബേദ്കറുടെയും ഭരണഘടനയുടെയും പേരുകൾ ഉയർത്തിക്കൊണ്ട് അത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് ചെയ്തു എന്ന് മറക്കരുത് എന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബി.ആർ. അംബേദ്കറെ നിരന്തരം അപമാനിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളെ അപമാനിക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അവർ ഭരണത്തിലിരുന്നപ്പോഴെല്ലാം അക്കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിന് കൃത്യമായ തെളിവുകൾ ചരിത്രത്തിലുണ്ട് എന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. അംബേദ്കറുടെ പേരുപയോഗിക്കുന്ന കോൺഗ്രസിനെയാണ് അമിത്ഷാ വിമർശിച്ചത്. എന്നാൽ ഇന്ന് പാർലമെന്റ് തുടങ്ങുന്ന സമയത്ത് അംബേദ്കറെ അമിത്ഷാ അപമാനിച്ചു എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനെ രൂക്ഷമായ വിമർശനം കേന്ദ്രമന്ത്രിമാർ തന്നെ ഈ സഭാ സമ്മേളനം തടസ്സപ്പെടുന്നതിന് തൊട്ടു മുൻപ് സഭയിൽ തന്നെ ഉയർത്തിയിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും രാജ്യസഭയിലും ലോക്സഭയിലും വളരെ കൃത്യമായി തന്നെ പോയിന്റുകളായിട്ട് ഉന്നയിച്ചത്
മുൻകാലങ്ങളിൽ ചരിത്രത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള അംബേദ്കർക്കെതിരെ ഉയർത്തിയിട്ടുള്ള തെറ്റായ നയങ്ങളും അംബേദ്കറെ അപമാനിച്ചതിന്റെ തെളിവുകളും ലഭ്യമാണ്. ആ കോൺഗ്രസ് ആണ് ഇന്ന് അംബേദ്കറുടെ ചിത്രവും കൊണ്ട് നടക്കുന്നത് എന്നുള്ളതായിരുന്നു കേന്ദ്രമന്ത്രിമാരുടെ വിമർശനം. അതിന് പിറകെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസിന്റെ കറുത്ത ചരിത്രമാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. അംബേദ്കറെ തുടർച്ചയായി കോൺഗ്രസ് അപമാനിച്ചു, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി, ഭാരത് രത്ന നിഷേധിച്ചു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഉചിതമായൊരു ഛായാചിത്രം സമർപ്പിക്കാൻ പോലും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ തയ്യാറായില്ല എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ശരി ജിഷ്ണു. ഇന്ന് BR അംബേദ്കറെ ചൊല്ലിയാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. തുടർന്ന് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു.